സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 2025 ജനുവരി മാസം ആരംഭിച്ചത് മുതൽ തന്നെ റേഷൻ വിതരണ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ജനുവരി മാസത്തിലെ റേഷൻ ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 60% വരുന്ന ആളുകൾ മാത്രമാണ് ജനുവരി മാസത്തിലെ റേഷൻ വാങ്ങിയത്. ഇനി നാളെ മറ്റന്നാൾ 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനകം തന്നെ ജനുവരി മാസത്തിലെ റേഷൻ വാങ്ങുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അങ്ങനെ വരുമ്പോൾ ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ജനുവരി മാസം അവസാനത്തെ കണക്കെടുപ്പ് നടത്തിയതിനു ശേഷം ഫെബ്രുവരി മാസത്തിലേക്ക് നീട്ടുമെന്ന അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് APL BPL കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട റേഷൻ വിതരണ മേഖലയിലെ പുതിയ മാറ്റങ്ങളും പുതിയ തീരുമാനങ്ങളും ഇപ്പോഴുള്ള പ്രശ്നത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. ഇതിൽ 2025 ജനുവരി മാസത്തിലെ ആദ്യ വാരത്തിൽ തന്നെ ഇത് ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് തുക ലഭിക്കാനുണ്ട്, കുടിശ്ശിക ലഭിക്കാനുണ്ട്, അത് ഉടൻ തന്നെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായി സമരമുണ്ടായത്. അത് ഏകദേശം ജനുവരി മാസം 20 കൂടിയിട്ടൊക്കെ ആ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചു. കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്നും അവരെ രമ്യതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ അപ്പോഴേക്കും സാധനങ്ങൾ എത്താൻ വൈകി എന്നുള്ളതാണ് പ്രധാനമായ ഒരു പ്രശ്നമുണ്ടായിരുന്നത്. എന്നാൽ തുടർന്ന് 5ഓളം വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ റേഷൻ കട ഉടമകളുടെ ഭാഗത്തു നിന്ന് വലിയ സമരമുണ്ടായി. അത് 27-ന് ആരംഭിച്ചു. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ ആ സമരവും സർക്കാരിന് ഒത്തുതീർപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ റേഷൻ കട ഉടമകൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവർക്ക് കമ്മീഷൻ വർധനവ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിലൂടെ റേഷൻ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് DBT സംവിധാനത്തിലൂടെ ഈ തുക റേഷൻ വാങ്ങുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതമുള്ള ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കരുത് എന്നും ഈ സമരത്തിൻ്റെ പിന്നിൽ പ്രധാനമായ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി. പക്ഷേ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ഇതൊന്നും പരിഹാരം കാണാത്തത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വീണ്ടും ശക്തമായ സമരത്തിലേക്ക് റേഷൻ വ്യാപാരികളുടെ ഭാഗത്തു നിന്നൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമരങ്ങളും നിയമപ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ ആയിട്ട് കൃത്യമായി റേഷൻ വിതരണം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് 2025 ജനുവരി മാസം നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന DBT സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 1 കിലോഗ്രാം അരിക്ക് 22 രൂപ എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇത് സാധാരണക്കാരായ BPL വിഭാഗമായ മഞ്ഞ പിങ്ക് വിഭാഗത്തിനാണ് പ്രധാനമായിട്ടും കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. 30 കിലോഗ്രാം അരി, അതല്ലെങ്കിൽ ഒരു അംഗത്തിന് 5 കിലോഗ്രാം അരി, അങ്ങനെയുള്ള വിതരണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോഗ്രാം അരിക്ക് 22 രൂപ എന്ന രീതിയിൽ നേരിട്ട് തന്നെ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് DBT സംവിധാനം കേന്ദ്രം ആവിഷ്കരിക്കുന്നത്. അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 22 രൂപക്ക് പുറത്തു നിന്ന് അരി വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, പുറത്തുള്ള അരിക്ക് ഇത് വില വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റേഷൻ കടകളിൽ നിന്ന് വാങ്ങുന്ന ടൺ കണക്കിന് അരി വാങ്ങുന്ന ആളുകളൊക്കെ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും, അരിയുടെ വിലയും വർദ്ധിക്കും. അപ്പോൾ ഈ ഒരു ലഭിക്കുന്ന തുക ഒന്നിനും പറ്റാത്ത, അതല്ലെങ്കിൽ ഒന്നിനും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രധാനമായ ആരോപണം. രണ്ടാമത്തെ കാര്യം, റേഷൻ കടകളിൽ നിന്ന് ഈ അരി ലഭിക്കുന്നത് കൊണ്ട് തന്നെ BPL വിഭാഗത്തിലെ പാവപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലേക്ക് അരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ അതിന് പകരം തുക ഒരു 1000 രൂപ ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് 500 രൂപ മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചു, ബാക്കി 500 രൂപക്ക് ഒരു 10 കിലോഗ്രാം അരി വാങ്ങി, അല്ലെങ്കിൽ കുറച്ച് അരി വാങ്ങി, സാധനങ്ങൾ വാങ്ങി എന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത് കഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞുകൂടാൻ ഈ ഒരു തുക തികയാതെ വരുന്ന ഒരു പ്രശ്നവും ഉണ്ടാകും. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഈ തുക ലഭിക്കുമ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് പല വീടുകളിലും, ഭൂരിഭാഗം വീടുകളിലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നാണ് പ്രധാനമായ ആരോപണം. അപ്പോൾ ഈ ഒരു സംവിധാനം നടപ്പാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് റേഷൻ വ്യാപാര മേഖലയിലുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ കാരണത്തെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.